ഇപ്രാവശ്യത്തെ ഓണസദ്യ ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം അംഗം തുടങ്ങുന്നതിന് മുന്നുള്ള കുറച്ച് വിശ്രമ വേളകളാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞുകൊണ്ട് ഉത്രാടത്തിൻ്റെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ പരിപാടി ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇഞ്ചിയച്ചാറാണ് ഇവിടെ സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ വീട്ടിൽ അമ്മയുടെ ഒക്കെ വിളിച്ച് ചോദിച്ചിട്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാങ്ങ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഗ്രീൻ ആപ്പിൾ അച്ചാർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചടി കിച്ചടി എല്ലാ സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഏകദേശം ഒരു 5:30 ആയപ്പോഴത്തേക്ക് ഞാൻ ആ വീടൊക്കെ തുടച്ച് നമ്മുടെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വിളക്കൊക്കെ വെച്ചിട്ട് നേരെ ഞാൻ അത്തപ്പൂ ഇടാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ജാനൂട്ടി വന്ന ഒരു കുരുത്തക്കട കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരെ പോയി നമ്മുടെ തൊടുകറി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. പാത്രം നമുക്ക് കുറച്ച് കുറവായതുകൊണ്ട് ഓരോന്നോരോന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെല്ലാം ഞാൻ മാറ്റുന്നുണ്ട്. പിന്നെ ശർക്കര, അതായത് പായസത്തിനുള്ള ശർക്കരയൊക്കെ ഉരുക്കി മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വന്ന് പാവയ്ക്ക് അച്ചാറൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1:30 ആയപ്പോഴത്തേക്ക് എൻ്റെ തൊടുകറി പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളൊക്കെ വേവിച്ച് കിച്ചണൊക്കെ നീറ്റാക്കിയിട്ട് ഒരു 3 മണിയായപ്പോൾ കിടന്നിട്ട് 5 മണിയായപ്പോൾ എണീറ്റ് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് വീണ്ടും നമ്മുടെ സദ്യവട്ടങ്ങളിലേക്ക് ഞാൻ കടന്നിട്ടുണ്ട്. അവിയലും സാമ്പാറും പായസം ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. 2 ടൈപ്പ് പായസമായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഈ സദ്യവട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ പാത്രം കഴുകി കിച്ചണൊക്കെ റെഡിയാക്കുന്നതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ബുദ്ധിമുട്ടല്ല എങ്കിലും ഒരു പാടുള്ള പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഷോർട്സ് തന്നെ ഓണം കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഞാൻ ലോങ് വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. പിന്നെ നമ്മുടെ സദ്യ വിളമ്പുന്ന മെയിൻ ആൾ ജാനൂട്ടനായിരുന്നു കേട്ടോ. അതിനുശേഷം ഈ ഡാൻസിനൊക്കെ കൂടി നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണം നല്ല കളറായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.